അസ്സലാമു അലൈക്കും. കോളേജ് വിട്ട് വന്നു. ബെഡിൽ കയറി കൂടിയതാണ് ലൈല. രാത്രി അത്താഴം കഴിക്കാൻ എടുത്തു വെച്ചിട്ടും പെണ്ണിൻ്റെ അനക്കമൊന്നും കണ്ടില്ല. മോനെ ആദി, നീ പോയി ലൈല മോളെ വിളിച്ചിട്ട് വാ. അവൾ ഒന്നും കഴിച്ചിട്ടില്ല. കോളേജ് വിട്ട് വന്ന ഉടനെ കയറി കിടന്നതാ, ഫാത്തിമ പറഞ്ഞു. ആ ഉമ്മി, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. താൻ വൈകുന്നേരം കോളേജിൽ നിന്ന് കൂട്ടാൻ ചെല്ലാത്തതിൻ്റെ പിണക്കത്തിലാണോ അവളെന്ന് ആദ്യം സംശയിച്ചു. അവളുടെ റൂമിലെത്തിയപ്പോൾ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ചുരുണ്ടുകൂടി ഉറങ്ങുന്നവളെയാണ് അവൻ കണ്ടത്. ലൈല, എണീക്ക്. എന്തൊരു ഉറക്കായത്? ഇക്കാനോട് പിണക്കാണോ? അവൾ കണ്ണൊന്ന് പൊളിച്ചു തുറന്നു. എന്തിന്? നിന്നെ വൈകുന്നേരം കൂട്ടാൻ വന്നില്ലല്ലോ, അതിന്? ഏയ്, അതൊന്നും കുഴപ്പമില്ല. എനിക്ക് പിണക്കമൊന്നുമില്ല. കോളേജ് കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര തലവേദന, അങ്ങനെ കിടന്നതാ. എപ്പോഴോ ഉറങ്ങിപ്പോയി. എന്താ, നിനക്ക് പനിക്കുന്നുണ്ടോ? അവൻ അവളുടെ നെറ്റിയിൽ കൈവച്ച് ചോദിച്ചു. വയ്യാതിരിക്കുന്നവളെ താൻ ഒറ്റയ്ക്ക് പറഞ്ഞയച്ചോന്നൊരു കുറ്റബോധവും അവനുള്ളിൽ ഉടലെടുത്തു. ഏയ് ഇല്ല, തലവേദന ആയിരുന്നു, അതിപ്പോൾ മാറി. ഡോക്ടറെടുത്ത് പോണോ? ഇല്ല ഇക്ക, ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. നോക്കിയേ, അവളൊന്ന് മനസ്സിൽ പിടിച്ചു പറഞ്ഞു. അത് കണ്ട് അവനൊന്ന് ചിരിച്ചു. എന്നവാ, നമുക്ക് എന്തേലും കഴിക്കാം, നിന്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. അതും പറഞ്ഞ് അവളെയും കൂട്ടി താഴേക്ക് നടന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവരെ കാത്തു നിൽക്കായിരുന്നു. നൗഫലും അജ്മലും ഇന്ന് ഹോസ്റ്റലിൽ പോയി. അതിൻ്റെ കൂടെ ലൈലയുടെ കിടത്തം കൂടി ആയപ്പോൾ വീടുറങ്ങിയ പോലെ ആയിരുന്നു. എന്താ മോളെ, തലവേദന കുറവില്ലേ? ആബിദ് തിരക്കി. ഉണ്ട് അബ്ബാ. ഒന്ന് ഉറങ്ങി എണീറ്റപ്പോൾ ഓക്കെയായി. അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഫാത്തിമയും വന്ന് മുഖത്തും നെറ്റിയിലൊക്കെ തൊട്ടു നോക്കി. ഒന്നുമില്ല ഉമ്മി, ഇവിടെ ഇരിക്കേ, നമുക്ക് ഭക്ഷണം കഴിക്കാം. ലൈല ഉമ്മയെ അവളെടുത്ത് പിടിച്ചിരുത്തി. അവളുടെ ചെറു മൗനം പോലും അവരെ സങ്കടപ്പെടുത്തുമെന്ന് അറിയുന്നത് കൊണ്ട് അവൾ അവർക്ക് മുൻപിൽ സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിച്ചു. ഈ വരുന്ന 12-ാം തീയതിയുടെ പ്രത്യേകത എന്താണെന്ന് ആർക്കേലും ഓർമ്മ ഉണ്ടോ? ആബിദ് എല്ലാവരോടുമായി തിരക്കി. പിന്നെ ഓർമ്മയില്ലാതെ, അന്നല്ലേ നമ്മളെ ഈ കാന്താരിപ്പെണ്ണിൻ്റെ പിറന്നാൾ. അതെങ്ങനെ മറക്കാൻ പറ്റുമോ? ആദ്യം ഉത്സാഹത്തോടെ പറഞ്ഞു. തൻ്റെ പിറന്നാളാണെന്ന കാര്യം ലൈല പാടെ മറന്നു പോയിരുന്നു. അവർ പറഞ്ഞപ്പോഴാണ് അവൾക്കത് ഓർമ്മ വന്നത്. അവളൊന്ന് പുഞ്ചിരിച്ചു. മോളെ, അന്ന് ഞാൻ നിനക്കൊരു സർപ്രൈസ് കരുതി വച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യേ, നിന്റെ ഫ്രണ്ട്സിനെ കൂടി വിളിച്ചോളൂ. ആബിദ് കാര്യമായി തന്നെ പറഞ്ഞു. എന്ത് സർപ്രൈസാണ് അബ്ബ? പ്ലീസ് പറ. അതൊക്കെ അപ്പോൾ അറിഞ്ഞാൽ മതി. ഇപ്പോൾ പറഞ്ഞാൽ പിന്നെ അതെങ്ങനെ സർപ്രൈസ് ആകും? ഉമ്മി പ്ലീസ്, ഉമ്മിയെങ്കിലും പറ. അബ്ബ പറഞ്ഞത് അതിൻ്റെ ശരി. അപ്പോൾ അറിഞ്ഞാൽ മതി. ഫാത്തിമയും കൈയൊഴിഞ്ഞു. ആദിക്ക കൊഞ്ചലോടെ അവനെ നോക്കി. ഇവരൊക്കെ പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളൂ. ആദിക്കും എന്താണ് അബ്ബ പറഞ്ഞ സർപ്രൈസ് എന്ന് മനസ്സിലായില്ലെങ്കിലും അവളുടെ മുൻപിൽ അറിയുന്ന പോലെ നിന്നു. ഓഹോ, ഇപ്പോൾ നിങ്ങളൊക്കെ ഒരു സെറ്റായോ? ആയിക്കോട്ടെ, ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. അതും പറഞ്ഞ് അവൾ മുകളിലേക്കു കയറിപ്പോയി. അവൾ പോയി കഴിഞ്ഞതു ആബിദ് പറഞ്ഞു. ആദി, ലൈല മോൾക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. എനിക്കറിയാവുന്ന കൂട്ടരാ. നാട്ടിലും വിദേശത്തുമൊക്കെ ആയിട്ട് ഒരുപാട് ബിസിനസ്സൊക്കെ ഉണ്ട്. പേരുകേട്ട തറവാട്ടുകാരുമാണ്. അവർ കുറേയായി ഒന്ന് വന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പിന്നെ ഈ ഞായർ വന്നോളാൻ ഞാൻ പറഞ്ഞു. അന്ന് ഏതായാലും അവളുടെ പിറന്നാളും കൂടിയല്ലേ. അതാണോ അബ്ബാസ് പറഞ്ഞ സർപ്രൈസ്? അതെ, അവളോട് ഇപ്പോൾ ഈ കാര്യം പറയണ്ട. ഞാൻ നൗഫീനോടും അജുവിനോടും കൂടി പറഞ്ഞിട്ടുണ്ട്. അവൾ രാവിലെ എത്താമെന്നാ പറഞ്ഞ. അബ്ബ, ഇപ്പോൾ തന്നെ അവളെ കെട്ടിച്ചു വിടണോ? അവൾ ചെറിയ കുട്ടിയല്ലേ. അവളെ പഠിത്തമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് പോരെ നിക്കാവും കല്യാണവും ഒക്കെ. ആദിക്കുമെന്തോ അത് ഇഷ്ടപ്പെടാത്ത പോലെ പറഞ്ഞു. അതിനിപ്പോൾ കല്യാണമൊന്നും ഇല്ലടാ. അവർ ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടിട്ട് പോകുന്നു. നമുക്ക് രണ്ടു കൂട്ടർക്കും ഇഷ്ടപ്പെട്ടാൽ എൻഗേജ്മെൻറ്റ് എന്തേലും നടത്തി വെക്കാം. ബാക്കിയൊക്കെ അവളെ പഠിത്തം കഴിഞ്ഞ് തീരുമാനിക്കാം. ആദ്യം ഒന്ന് മൂളി. പിന്നീട് അവനത് എതിർക്കാൻ തോന്നിയില്ല. അല്ലെങ്കിലും അബ്ബ പറയുന്നതൊന്നും അവിടെ ആർക്കും എതിർത്തു ശീലമില്ല. അയാളുടെ വാക്കാണ് അവിടുത്തെ അവസാന വാക്ക്. അന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ അവർ ചർച്ച ചെയ്ത് ഏറെ വൈകിയാണ് ആദി കിടക്കാൻ പോയത്. തൻ്റെ റൂമിൽ എത്തിയപ്പോൾ തന്നെ കണ്ടു ബെഡിനോരം ചേർന്ന് ഉറങ്ങുന്നവളെ.
അവളുടെ അടുത്ത് കയറി കിടന്ന് അവളുടെ നെറ്റിയിൽ ഒന്ന് തഴുകി ഒന്ന് കുറുകി കൊണ്ടവൾ ഒന്നുകൂടി ചുരുണ്ട് കിടന്നു. അവന് അവളോട് അതിയായ വാത്സല്യം തോന്നിപ്പോയി. അവൾ ജനിച്ച മുതലുള്ള കാര്യങ്ങളൊക്കെ അവൻ്റെ മനസ്സിലേക്ക് മിന്നി മറഞ്ഞു. ഒരു പീക്കിരി പെണ്ണായിരുന്നു എൻ്റെ വിരലിൽ തൂങ്ങി നടന്നവൾ. അവളെ ആദ്യമായി സ്കൂളിൽ കൊണ്ടുവിട്ടതും എനിക്ക് ആദിക്കാൻ്റെ കൂടെ ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞു വാശി പിടിച്ചതും ഒക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ. നൗഫലും അജ്മലും ഉണ്ടെങ്കിലും അവൾക്ക് എന്നും എന്നോടൊരിഷ്ടം കൂടുതലാണ്. എത്ര പെട്ടെന്നാ ഇവൾ വലുതായേ. ഇന്നിതാ കെട്ടിക്കാനായെന്ന് പറയുന്നു. എന്തിനാ മോളെ നീ ഇത്ര പെട്ടെന്ന് വലുതായേ? എന്നും എൻ്റെ വിരലിൽ തൂങ്ങി നടക്കുന്ന ആ പീക്കിരി ആയാൽ മതിയായിരുന്നു, അവൻ പതുക്കെ പറഞ്ഞു. എന്തോ അവളെ കല്യാണക്കാര്യം പറഞ്ഞതു മുതൽ മനസ്സിനൊരു അസ്വസ്ഥത. അവളെ പിരിയുന്നത് ഓർക്കാൻ കൂടി വയ്യ. ഉറക്കാൻ വരാതെ അവന് നെറ്റിയിൽ കൈവച്ചു കിടന്നു. ലൈല സുഖമായി ഉറങ്ങുകയാണ്, നാളെ തൻ്റെ ജീവിതം തന്നെ മാറി മറിയാൻ പോകുന്നതറിയാതെ. രാവിലെ തന്നെ ലൈലയെയും കുത്തിപ്പൊക്കി കോളേജിൽ കൊണ്ടാക്കിയ ശേഷമാണ് ആദി ഫൈസിയുടെ അടുത്തേക്ക് പോയത്. ഇന്നെങ്കിലും ഫൈസിയുടെ പെണ്ണിനെ കാണാൻ പറ്റിയാൽ മതിയായിരുന്നു എന്ന പ്രതീക്ഷയോടെ. രാവിലെ മാറ്റിയൊരുങ്ങി ഇറങ്ങിയ ഫൈസിയെ കണ്ട് സജാദ് ചോദിച്ചു, ബ്രോ, എൻ്റെ വല്ല അഡ്രസ്സും വേണമെങ്കിൽ ചോദിച്ചോട്ടോ. ഈ ഒരു കാര്യത്തിൽ എൻ്റെ അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തോണ്ട് പറഞ്ഞതാ. ഒന്ന് പോടാ. എന്നാൽ ഇപ്പോൾ അതിൻ്റെ ആവശ്യം ഇല്ല. ആവശ്യം വരുമ്പോൾ ഇക്കാക്ക ചോദിക്കാം. ഇപ്പോൾ മോൻ പോയി മോൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ നോക്ക്. ഓ, വേണ്ടെങ്കിൽ വേണ്ട. പിന്നെ എന്തേലും ഒരു വഴി പറഞ്ഞു താടാന്നും പറഞ്ഞു എൻ്റെ അടുത്ത് വന്നേക്കരുത്. പറഞ്ഞില്ലെന്ന് വേണ്ട. ഓ എൻ്റെ പൊന്നോ, ഒന്നും വേണ്ടായേ. അതും പറഞ്ഞ് ഇറങ്ങാൻ നിന്ന ഫൈസിയെ റസിയ വിളിച്ചു. ഫൈസി, ഇന്ന് രാത്രി മൂത്തമ്മാൻ്റെ വീട്ടിൽ വിരുന്നാണ്. എല്ലാവരോടും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നീ എന്തായാലും വരണം. എന്ത് വിരുന്നായാലും ശരി, എന്നെ പ്രതീക്ഷിക്കണ്ട. ഞാൻ എന്തായാലും വരില്ല. അതും മൂത്തമ്മാൻ്റെ വീട്ടിലേക്ക്. എന്നെ വിട്ടേക്കൂ ഉമ്മ. അങ്ങനെ പറഞ്ഞാലോ? മുംതാസിൻ്റെ കാര്യമൊന്നും ആരും നിന്നോട് പറയൂല. അത് ഞാൻ ഉറപ്പ് തരാം. എല്ലാവരും നീ എവിടെയാണ് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? അതിന് ഉമ്മ എന്തെങ്കിലും കള്ളം പറഞ്ഞോ? അല്ലെങ്കിൽ എനിക്ക് ഇന്ന് വേറെ ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞോ? പ്ലീസ് പ്ലീസ്, എന്നെ നിർബന്ധിക്കല്ലേ. അവൻ എന്തായാലും വരില്ലെന്ന് മനസ്സിലായതോ റസിയ പിന്നെ ഒന്നും പറഞ്ഞില്ല. അവൻ വീർതിരിക്കുന്ന റസിയയുടെ കവിളിൽ ഒരു മുത്തം കൊടുത്തു അവിടുന്ന് ഇറങ്ങി. അപ്പോൾ ആ ഉമ്മയുടെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു. പതിവ് പോലെ ഇന്നും ബസ് സ്റ്റാൻഡ് മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും അവളെ മാത്രം കണ്ടില്ല. ആദി, ഇത് നമ്മൾ വിചാരിച്ച പോലെ അത്ര സിമ്പിൾ അല്ല. ഇതെങ്ങനെ പെട്ടെന്നൊന്നും ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഫൈസി നിരാശയോടെ പറഞ്ഞു. നീ പറഞ്ഞത് ശരിയാണ്. പക്ഷേ എന്നെങ്കിലും നമ്മൾ അവളെ കണ്ടുപിടിക്കാതിരിക്കില്ല. ചിലപ്പോൾ കുറച്ച് കാത്തിരിക്കേണ്ടി വരുമെന്ന് മാത്രം. പിന്നെ പെട്ടെന്ന് അങ്ങ് കണ്ടാൽ ഒരു ത്രില്ലില്ലല്ലോ. കുറേ കാത്തിരുന്ന് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീൽ അത് വേറെ തന്നെയാകും. ശരിയാ, ഈ കാത്തിരിപ്പൊന്നും വല്ലാത്തൊരു സുഖമുണ്ട്. അത് പറയുമ്പോൾ അവൻ്റെ അധരങ്ങളൊന്ന് വിരിഞ്ഞു. അവളെ കുറിച്ചോർക്കുന്ന ഓരോ നിമിഷവും തൻ്റെ ഹൃദയം നിറഞ്ഞു തുളുമ്പുന്നത് അവൻ അറിഞ്ഞു. എൻ്റെ പെണ്ണെ, നീ ഇത് എവിടെയാ? നീ എന്നിലേക്ക് വന്നു ചേരുന്ന നിമിഷത്തിനായി ഞാൻ എന്നും കാതോർത്തിരിക്കും. എല്ലാവരും മൂത്തമ്മാൻ്റെ വീട്ടിൽ പോയ കാരണം ഫൈസി മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. കിടന്നിട്ടും ഉറക്കം വരാഞ്ഞപ്പോൾ അവൻ ആദിയെ ഫോണിൽ വിളിച്ചു. ഡാ ആദി, നീ ഉറങ്ങിയോ? ഇല്ലടാ, കിടക്കാൻ പോകുന്നേ ഉള്ളൂ. എന്നാ ഒരു കാര്യം ചെയ്യേ, നീ ഇങ്ങോട്ട് വാ. ഞാനിവിടെ ഒറ്റക്ക. ഉമ്മയൊക്കെ എവിടെ പോയി? അവർക്കിന്ന് മൂത്തമ്മാൻ്റെ വീട്ടിൽ വിരുന്ന. ഞാൻ പോയില്ല. അതെന്താ നീ പോവാഞ്ഞേ? നിന്റെ മറ്റേ മുംതാസ് ബീഗത്തിനെ ഒന്ന് കാണായിരുന്നല്ലോ. അത് ആദി അവനെ ഒന്ന് ആക്കിക്കൊണ്ട് പറഞ്ഞു. പോടാ, ആ ഒരു കുരിശിനെ ഓർത്തു മാത്രമാ ഞാൻ അങ്ങോട്ട് പോവാഞ്ഞ്. അത് കേട്ടതും ആദി പൊട്ടിച്ചിരിച്ചു. ചിരിക്കാതടാ പൊട്ടാ, ഞാൻ ഇവിടെ ഒറ്റക്കായിട്ട് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. നീ ഒന്ന് വാ. എന്നും ഞാൻ അല്ലേ അങ്ങോട്ട് വരാറേ. ഇന്ന് നീ ഇങ്ങോട്ട് വാ, ഒരു ചേഞ്ച് ആയിക്കോട്ടെ. അത് വേണോ? വേണം. നീ പെട്ടെന്ന് വാ. ഒരു ദിവസം ഇവിടെയും കിടക്കാം. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. അതും പറഞ്ഞു ആദി ഫോൺ ഓഫ് ചെയ്തു.
എന്നിട്ട് ഫൈസി വരുന്നതും കാത്ത് ബാൽക്കണിയിൽ ചെന്ന് നിന്നു. അവിടെ ഒറ്റക്ക് നിന്നാൽ എന്തായാലും ഉറക്കം വരില്ലെന്ന് മനസ്സിലായതും ഫൈസി വീടും പൂട്ടിയിറങ്ങി. ദൂരെ നിന്നും ഫൈസി വരുന്നത് കണ്ടതും ആദ്യം മുറ്റത്തേക്കിറങ്ങി. ഡാ, കുറേ നേരമായോ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഫൈസി ബൈക്ക് പാർക്ക് ചെയ്തുകൊണ്ട് ചോദിച്ചു. ഇല്ലടാ, ഞാനിപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയേ ഉള്ളൂ. നീ വാ, ആദ്യം നമുക്ക് എന്തേലും കഴിക്കാം. പൊന്നു മോനെ, ചതിക്കല്ലേ. ഇത് എൻ്റെ വയർ ഫുള്ളാ. ഉമ്മ എനിക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയതാ. ഞാൻ ഇപ്പോൾ കഴിച്ചേ ഉള്ളൂ, അവൻ വയറിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ വാ, നമുക്ക് കിടക്കാം, നേരം ഒരുപാടായി. അവൻ ഫൈസിയെയും കൂട്ടി അവൻ്റെ റൂമിലേക്ക് പോയി. നാളെ സബ്മിറ്റ് ചെയ്യാനുള്ള റെക്കോർഡ് എഴുതുന്ന തിരക്കിലായിരുന്നു ലൈല. എല്ലാം കഴിഞ്ഞപ്പോഴേക്കും സമയം ഒരുപാടായിരുന്നു. പുസ്തകങ്ങളെല്ലാം ബാഗിൽ വെച്ച് ഒന്ന് ഫ്രഷായി ഉറങ്ങാൻ വേണ്ടി ഒരു പുതപ്പും എടുത്തിട്ട് അവൾ ആദിയുടെ റൂമിലേക്ക് ചെന്നു. അവൻ്റെ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ ബെഡിൽ അതാ ഫൈസി. അവൾ പെട്ടെന്നൊന്ന് ഷോക്കായി. ഇത് സത്യം തന്നെയാണോ, അതോ താൻ സ്വപ്നം കാണുകയാണോ? അവളുടെ കയ്യിൽ തന്നെ ഒന്ന് നുള്ളി. പടച്ചോനെ, ഇത് തന്നെയാണല്ലോ. ഫൈസിക്ക് എങ്ങനെ ഇവിടെ എത്തി? ആരും എന്നോട് പറഞ്ഞില്ലല്ലോ. അവൾ ഓർത്തു. സ്വബോധത്തിലേക്ക് വന്നവൾ അവളെ തന്നെ ഒന്ന് നോക്കി. ഒരു ലൂസ് ടീഷർട്ടും 3/4 പാൻറ്റുമാണ് വേഷം. മുടിയൊക്കെ അലങ്കോലമായി കിടക്കുകയാണ്. അയ്യോ ദുരന്തം, ഈ കോലത്തിൽ ഫൈസിക്ക് എന്നെ കണ്ടാൽ എല്ലാം തീർന്നു. അവൾ വേഗം കയ്യിലുണ്ടായിരുന്ന പുതപ്പ് തലയിലൂടെ ഇട്ട് അവിടുന്ന് ഓടി. ഫോണിൽ എന്തോ നോക്കിക്കൊണ്ട് അതിൽ മുഴുകിയിരിക്കുകയായിരുന്നു ഫൈസി. പെട്ടെന്നാണ് ആരോ ഓടിപ്പോകുന്നത് പോലെ തോന്നിയത്. അവൻ വേഗം ഫോൺ ബെഡിലേക്കിട്ട് അതാരാണെന്ന് അറിയാൻ പുറത്തേക്കിറങ്ങി. ഹാളിലും ബാൽക്കണിയിലും ഒക്കെ നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. അവൻ തിരിച്ചു റൂമിലേക്ക് കയറുമ്പോഴാണ് ആദ്യ ബാത്റൂമിൽ നിന്നും ഇറങ്ങിയത്. നീ ഇത് എവിടെ പോയി വരിക? താൻ ബാത്റൂമിലേക്ക് കയറുമ്പോൾ ബെഡിൽ കിടന്നിരുന്നവൻ പുറത്തു നിന്നും വരുന്നത് കണ്ട് ആദ്യ ചോദിച്ചു. ഡാ, ഞാനിവിടെ കിടക്കുമ്പോൾ ആരോ ഇതിലെ ഓടിയ പോലെ തോന്നി. അതാരാണെന്ന് നോക്കാൻ പോയതാ, പക്ഷെ ആരെയും കണ്ടില്ല. ആഹാ, അങ്ങനെ വരട്ടെ. അത് മറ്റാരും ആവില്ല, ലൈല ആയിരിക്കും. അവൾ ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്താ ഉറങ്ങുക. ഇവിടെ വന്നപ്പോൾ നിന്നെ കണ്ടിട്ടുണ്ടാകും, അതാ ഇറങ്ങി ഓടിയേ. അയ്യോ, ഞാൻ കാരണം അവൾക്ക് ബുദ്ധിമുട്ടായോ? അവളെ പുന്നാര ഇക്കാൻ്റെ അടുത്ത് കിടക്കാനുള്ള അവസരമല്ലേ നഷ്ടപ്പെട്ടത്? അതൊന്നും കുഴപ്പമില്ലടാ. അല്ലെങ്കിൽ തന്നെ അവളെ അടുത്ത് കിടത്തുന്നതൊക്കെ ഇനി എത്ര നാൾ? ആദ്യം എന്തോ ആലോചിച്ചു കൊണ്ട് പറഞ്ഞു. എന്താടാ നീ, എന്താ അങ്ങനെ പറഞ്ഞേ? ആദി എന്താ പറയുന്നതെന്ന് ഫൈസിക്ക് മനസ്സിലായില്ല. അവൾക്കൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. അബ്ബാൻ്റെ പരിചയത്തിലുള്ള ആരോ ആണ്. നല്ല കൂട്ടരാണോ? അബ്ബ ഏതാണ്ട് ഉറപ്പിച്ച മട്ട. ഈ ഞായർ അവളുടെ ബർത്ത്ഡേ ആണ്. അന്ന് അവർ കാണാൻ വരുന്നുണ്ട്, ഒരു ചെറിയ പെണ്ണു കാണാൻ. ആഹാ, എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. അബ്ബ എന്നാ എന്നോട് പറഞ്ഞ. അവൾക്ക് ഈ കാര്യം അറിയില്ല. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് അബ്ബ പറയുന്നേ. അത് ശരി. ഡാ, നീ അവളെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. വാ, ഞാൻ പരിചയപ്പെടുത്തി തരാം. അതും പറഞ്ഞു അവൻ ഫൈസിയെയും കൂട്ടി ലൈലയുടെ റൂമിലേക്ക് ചെന്നു.